ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഫിനിമിറ്റോട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് ഗൈസ്. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് മിക്ക പേർക്ക് അറിയാമെന്നുള്ളതായിരിക്കും. പക്ഷേ അത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ബോഡി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പൊന്മുടിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് 26 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ എന്തായാലും നമ്മുടെ ജേണിയുടെ പകുതി ജേണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് ഞാനും എൻ്റെ പപ്പയും കൂടെയാണ്. അപ്പോൾ ഒരു ഹായ് ആണ്. അങ്ങനെ നമ്മൾ പോകാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അപ്പം നിങ്ങൾ മിക്ക പേരും പൊന്മുടിയിൽ പോയിട്ടുള്ളവരായിരിക്കും. പൊന്മുടി എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. ഏതൊരാൾക്കും അതൊരു വികാരമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് ഓട്ടിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പ് പോകുന്നവർക്കായാലും എല്ലാം ഒരു വികാരം തന്നെയാണ് പൊന്മുടി. എത്ര പൊന്മുടിയിൽ പോയാലും നമുക്ക് മടുക്കില്ല. പൊന്മുടി എന്ന് പറഞ്ഞാൽ അതാണ് പൊന്മുടിയിൽ പോകാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പൊന്മുടി പോവുക. നല്ലൊരു ഫീലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനും എല്ലാം നല്ലൊരു ഫീലായിരിക്കും നിങ്ങൾ പൊന്മുടിയിൽ പോകുമ്പം. ഗൈസ്, അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാനിപ്പോൾ ആദ്യമായാണ് പൊന്മുടിയിൽ പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥയും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് നോക്കാം. നല്ല തിരക്കുണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ പോകുന്ന പാതയിലോട്ട് നല്ല തിരക്കുണ്ട്. നല്ല വണ്ടികളൊക്കെ ചീർപ്പാഞ്ഞ് വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൻ്റെ അന്നാണ് പോകുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൊന്മുടിയെ പറ്റി പറയാനാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ പൊന്മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ലെവലിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ഒരു ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പദവി അതിനുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാശ്മീർ എന്നൊക്കെയാണ് നമ്മുടെ പൊന്മുടിയെ വിളിക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ നമ്മുടെ പൊന്മുടിയെ പറ്റി ആളുകളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളുമാണ് പൊന്മുടിയിൽ. അപ്പോൾ ഞാൻ അവിടെ പൊന്മുടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊന്മുടി ചെല്ലുമ്പം അവിടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കല്ലാറാണ്. ഇപ്പോൾ കല്ലാറിലോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും സാധിക്കുന്നില്ല. നല്ലൊരു തിരക്കായിരുന്നു. അത് കാരണം അങ്ങോട്ട് ഇറങ്ങിയൊന്നും ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും സാധിച്ചില്ല. പക്ഷെ നമ്മളന്ന് പാസ് ചെയ്ത് പോയപ്പോൾ നമ്മളൊന്ന് എടുത്തൊരു ക്ലിപ്പാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഇവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആളുകൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ് അങ്ങോട്ടൊന്നും പോകാതിരുന്നത്. എന്തായാലും നമ്മൾ ജേർണി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഗായ്സ്, ഞാൻ പറഞ്ഞല്ലോ പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകൾ കാണാനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പം അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കയറാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ പൊന്മുടിയിലോട്ട് എന്തായാലും പോവുകയാണ്. അപ്പോൾ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ കുറേ കാഴ്ചകളിൽ ഒന്നാണിത്. അങ്ങനെ നമ്മളിവിടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പം നിങ്ങളിവിടെ കാണുന്നത് ഇപ്പം നമ്മൾ പോകുന്ന വഴി പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയിലുള്ള തിരക്കാണ്.
അപാര തിരക്കാണെന്ന് വെച്ചാൽ നമുക്കവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ പൊന്മുടിയിൽ മുകളിലോട്ടൊന്ന് കയറാൻ സാധിക്കുന്നുള്ളൂ. അപ്പം അപാര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാറുകളൊന്നും പോകുന്നില്ല, കാറുകളെല്ലാം അവിടെ കിടക്കുകയാണ്. ബൈക്കുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങ് കയറി അങ്ങ് പോയി. അങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനൊക്കെ നമുക്ക് നമ്മുടെ ക്യാമറാസിനൊക്കെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും, നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ കണ്ട്. അതുകൊണ്ട് ഞാനന്ന് ഷൂട്ട് ചെയ്യാതെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യുകയാണ്. നല്ല കാഴ്ചകളാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫീല് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഈ പൊന്മുടിയിലോട്ട് പോകുമ്പം നല്ലൊരു എനർജി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പൊന്മുടിയിലോട്ട് പോകുമ്പോൾ മാറുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പം നല്ലൊരു ഫീലാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിയും അതുപോലെ തന്നെ നമുക്ക് കാണുന്ന കാഴ്ചകളും എല്ലാം നല്ലൊരു ഫീല് തരുന്ന കാഴ്ചകളാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. 22 ഹെയർ പിന്നുണ്ട്, ടോട്ടലി 22 ഹെയർ പിന്നുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ഹെയർ പിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെയർ പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഹെയർ പിന്നാണ് ഇവിടെ നമ്മുടെ ഈ കേരളത്തിലുള്ള ഹെയർ പിന്നുകളിൽ വെച്ച് ഏറ്റവും ചെറിയ ഹെയർ പിന്നും അതുപോലെ തന്നെ ഏറ്റവും പാടായിട്ടുള്ള ഡ്രൈവ് ചെയ്യാൻ പാടായിട്ടുള്ള ഹെയർ പിന്നും പാതയുമാണ് നമ്മുടെ പൊന്മുടിയിലോട്ടുള്ള പാത. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാതകളാണ്. ഭയങ്കര വലിയ ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്നൊരു പാതയാണിത്. അപ്പം നമ്മൾ നല്ല സൂക്ഷിച്ചും കണ്ടും പോയാൽ മാത്രമേ നമുക്ക് പൊന്മുടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നല്ല തിരക്കുള്ള റോഡുകളാണ്, വണ്ടി വന്നാൽ പോലും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യേണ്ടതാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പൊന്മുടിയിലെ ഒരു എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ അങ്ങനെ ഇവിടെ ഒരു പൈസ കൊടുക്കണം. നമ്മളെ വണ്ടിക്കും എല്ലാത്തിനും കൂടെ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗൈസ് അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ പൈസ അടച്ചു ഏകദേശം 75 രൂപയായി. വണ്ടിക്കും 2 ആൾക്കും കൂടെ ചേർത്തിട്ടുള്ള പൈസയാണ്. ഒരാൾക്ക് 30 രൂപയാണ്, 2 പേർക്ക് 30 രൂപ. അതുപോലെ തന്നെ വണ്ടിക്ക് 15 രൂപ. 2 പേർക്ക് 30 രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 30 രൂപ, രണ്ടുപേരും കൂടെ ആയപ്പോൾ 60 രൂപ. വണ്ടിക്ക് 15 രൂപ. ബൈക്കാണ് ഞാൻ കൊണ്ടത്, ബൈക്കിലാണ് വന്നത്. അപ്പോൾ ബൈക്കിനും കൂടെ വെച്ച് 15 രൂപ, എല്ലാം കൂടെ 75 രൂപയായി ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ സീനറിയും കാര്യം അത്യാവശ്യം നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, ഒരു 4 മണി ടൈമൊക്കെ ഉണ്ട്. ഇതൊരു വിജനമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു സീനറിയും കാര്യങ്ങളാണ് കിട്ടുന്നത് ഗൈസ്. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയും ദൂരം ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഹെൽമെറ്റ് മുടിയൊക്കെ ഒരു കോലമായി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് മുകളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം.
ഗായ്സ്, അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പം ഇവിടെയുള്ള കുരങ്ങന്മാർക്കൊന്നും ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. നമ്മളെ ആക്രമിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നല്ല കാഴ്ചകളാണ്, അവരുടെ കാണാൻ നല്ല ക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, ക്യാമറ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്, നല്ലൊരു കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കിളിയൊരു ശബ്ദമുണ്ട്. അത് നമ്മുടെ ചെവിക്ക് നല്ലൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിഞ്ഞ് കിടപ്പുണ്ട്, അതിനെയൊക്കെ മുറിച്ച് മാറ്റി നീക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ 22 ഹെയർ പിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളാണെങ്കിൽ 4 or 5 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. 10 ഹെയർ പിൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ലൊരു സീനറിയും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ, നമുക്കിപ്പം നമ്മൾ പോകുന്ന ഈ റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഹിൽ ടോപ്പ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു മഞ്ഞ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. പക്ഷെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നപ്പോൾ ഒരു 4 മണി 4:30 സമയമാണ്. അപ്പം 4 മണി 4:30 സമയത്തിൽ നല്ല വെയിലാണ്. സാധാരണ നമ്മുടെ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി തണുപ്പ് വരേണ്ടതാണ്. പക്ഷേ സീസൺ അല്ലാത്തത് കാരണത്താലാണ് ഗൈസ് ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ പൊന്മുടിയിൽ സീസൺ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് ഇവിടെ സീസൺ വരുന്നത്. അവിടെ നല്ല മഴയും അതുപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നതാണ്. തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, കുറേ തേയിലത്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ജോലിക്കാർ ഉണ്ട്. തേയില ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു PWD ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ PWD ഗസ്റ്റ് ഹൗസിൽ നമുക്കിവിടെ താമസിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ അവിടെ നമുക്കൊരു പൈസയായിട്ട് കൊടുക്കാനുള്ളത്. നല്ലൊരു
റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷേ അത് വലുതായിട്ടൊരു പൊളിഞ്ഞ് കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗസ്റ്റ് ഹൗസ് തന്നെയാണ്. പക്ഷേ അത് നശിച്ച് കിടക്കുകയാണ്. ആ ഗസ്റ്റ് ഹൗസ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒരു വിചാരിച്ചാൽ ആ ഗസ്റ്റ് ഹൗസ് നല്ലൊരു ഗസ്റ്റ് ഹൗസ് ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് അവിടെ താമസിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ 21ാമത്തെ ഹെയർ പിന്നാണ്. 22 ഹെയർ പിന്നുള്ളതിൽ 21ാമത്തെ ഹെയർ പിന്നും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 21ാമത്തെ ഹെയർ പിൻ അങ്ങനെ കഴിയാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ കൂടെ ഒരു ഗ്രിൽ വേലി കെട്ടിയിരിക്കുകയാണ്. നല്ലൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്, അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. നല്ല കാഴ്ചകളും കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഗായ്സ്, അപ്പോൾ ആ മുകളിൽ കാണുന്ന ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു ഭാഗത്തേക്കാണ് നമുക്കവിടെ പോകാനുള്ളത്. നല്ല ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് എത്തും ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ. എല്ലാ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കരമായ തിരക്കാണ്. എന്ന് വെച്ചാൽ ഒരു ഈവനിങ് ടൈമിൽ പോയി ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ തിരക്ക് കാരണമാണ് നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ടത്. നേരത്തെ കുറേ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥയെന്ന് ഇനി പറയാൻ വേണ്ടി സാധിക്കില്ല ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇനിയൊരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്.
ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇനി ഒരു വാട്ടർ അതോറിറ്റി ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ ഇത് വർക്കിംഗ് ആയിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. നല്ല റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് താമസിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇത് നശിച്ച് കിടക്കുകയാണ്. അപ്പം ഇതിൽ റൂമോ കാര്യങ്ങളോ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ റൂമുകളും കാര്യങ്ങളൊക്കെ നശിച്ച് കിടക്കുകയാണ്. അപ്പം ഈ അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ശരിയാക്കിയാൽ അത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറേ ടൂറിസ്റ്റുകൾക്ക് ഇതൊരു റൂമായി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം എല്ലാം ഇവിടെ പുല്ലും കാടും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പം അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ടീസ് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. ഇതൊന്ന് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ എടുത്താൽ കുറേ പേർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് ഇപ്പം നശിച്ച് കിടക്കുകയാണ്. നല്ലൊരു വ്യൂവും കാര്യങ്ങളും കെട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. അപ്പം ഇവിടുത്തെ ഈ വ്യൂ പോയിൻ്റ് നശിച്ച് കിടക്കുകയാണ്. വ്യൂ പോയിൻ്റ് എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളായിരുന്നു. അത് ഇപ്പോൾ നശിച്ച് കിടക്കുകയാണ്. ഇവിടെ അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പൊന്മുടിയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊന്മുടി എത്തിയിരിക്കുകയാണ്.
ഗായ്സ്, അപ്പം ഞാൻ വന്നതിൽ വെച്ച് അങ്ങനെ ഇതുവരെയും ഇത്രയും തിരക്ക് വന്നിട്ടില്ല. ഓണത്തിന് പോലും ഇത്രയും തിരക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തിരക്ക് ഞാൻ പൊന്മുടിയിൽ കാണുന്നത്. ഒടുക്കത്തെ തിരക്കാണ് എന്ന് വെച്ചാൽ നമുക്കങ്ങോട്ട് നിൽക്കാനോ തിരിയാനോ പറ്റുന്നില്ല. കൊറോണയാണെന്ന് പോലും പറയില്ല. ഇവിടെ നമ്മുടെ ജില്ലയിൽ കൊറോണ ഉണ്ടെന്ന് പോലും പറയില്ല. ഇങ്ങനെ ആളുകൾ പോകുന്നത് കാണുമ്പം മാസ്ക് ഇല്ലാത്തതിനൊക്കെ ഫൈനൊക്കെ വരുന്നുണ്ട് ഇവിടെ. മാസ്ക് ഇല്ലാത്തതിനും അതുപോലെ തന്നെ മാസ്ക് ഇല്ലാതെ നിൽക്കുന്നതൊക്കെ കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വീഴുന്നതാണ്. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ എപ്പോഴും സേഫായിട്ട് ഇരിക്കുക. നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് നമ്മൾ മാസ്ക് ഇടാനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ സേഫായിരിക്കാൻ വേണ്ടി മാസ്ക് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ ബൈക്ക് റൈഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുക. നിങ്ങൾ കാർ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പം ഗൈസ്, നമ്മളിവിടെ എത്തിയപ്പം നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. അതുപോലെ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചത് ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് തണുപ്പാണെന്നാണ്. പക്ഷേ ഞാൻ ഇവിടെ അറിഞ്ഞത് ഇവിടുത്തെ സീസൺ ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് ഇവിടുത്തെ സീസൺ എന്നാണ് പറയുന്നത്. അപ്പം സീസണ് ഡിസംബറിലൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണ് വരാൻ ഇവിടെ ചാൻസ് എന്നാണ് പറയുന്നത്. ഗൈസ്, എന്തായാലും നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറേ ആളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ നമുക്കൊരു ആടിനെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ആടിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ. അപ്പം നല്ലൊരു രസമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരാനും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു 54 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പൊന്മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ലെവലിൽ നിന്നും അതുപോലെ തന്നെ സീ ലെവലും ഹൈ റേഞ്ചും കൂടെ അടുത്തടുത്ത് വരുന്ന കേരളത്തിൽ ആദ്യത്തെ ഒരു സ്ഥലമാണ് ഈ പൊന്മുടി. നല്ലൊരു കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സീസൺ ടൈമിലൊക്കെ വന്നാൽ നല്ലൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു മൂഡ് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അവിടെ തണുപ്പ് എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിസംബർ മാസം ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഒരു ടൈം പാസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുള്ളതാണ്. നല്ലൊരു രസം, ഒരു ടൈം പാസ്സൊക്കെ ആണ് നമുക്കിവിടെ പൊന്മുടിയിൽ വരുന്നത്. എന്തായാലും നല്ല കാഴ്ചകളാണ് ഗൈസ്. Yeah. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now. I made mistakes but now. അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. നമ്മളെ വണ്ടി റോഡിൽ മൊത്തം തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴും കാലാവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ കാലാവസ്ഥയുടെ സീസൺ, ഇപ്പോൾ ഇവിടുത്തെ സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ജൂലൈ ഓഗസ്റ്റ് ഒക്കെയാണ് സീസൺ. അപ്പം ഇവിടെ വന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറേ നേരം സമയം എടുത്ത് വരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല വെയിലുണ്ട്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തിരക്ക് വളരെ വലിയ സാധാരണേക്കാളും വലിയ തിരക്കും കാര്യങ്ങളുമാണ്. അപ്പം ഇന്ന് ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗായ്സ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗായ്സ് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി ഗായ്സ്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗായ്സ്. എന്നാൽ എനിക്ക് നല്ലൊരു സപ്പോർട്ടിങ് ആവും ഗൈസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വഴി എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോന് ഫുൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വാപ്പയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വാപ്പയ്ക്ക് നല്ലൊരു താങ്ക്സ് എനിക്ക് പറയാനുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നൊവിറ്റി ഡ്യൂഡ് ആൻഡ് ബൈ. Feeling down, I fight, even when I don't know what is right. I'ma pick a side, and I'ma take pride. I will decide my fate, and I will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone.